ഹലോ ഗേസ്, ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ. ഇതിനോടൊപ്പം നീലുവും സ്വാതിയും ഉണ്ട്. നമ്മൾ നിൽക്കുന്ന നമ്മളെ വീടിൻ്റെ പുറകുവശത്തുള്ള വസ്തുവിലാണ് കേട്ടോ. ഇവിടെ എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് ക്ലീനിങ് ആയിരുന്നു. അങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് JCBയും ടിപ്പറും ഒക്കെ വരേണ്ടി വന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ പെരയിടം കുറച്ച് നാളായിട്ട് ഇങ്ങനെ കാട് കയറി കിടക്കുമായിരുന്നു. ഒന്ന് ഇറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ആക്ച്വലി ഈ പെരയുടെ അച്ഛനും അമ്മയുടെ ഒരു കൃഷിസ്ഥലം എന്ന് വേണം പറയാനായിട്ട്. അച്ഛനും അമ്മയും ഇവിടെ കൃഷി ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. കുറേ നാളായിട്ട് അച്ഛനും അമ്മയ്ക്ക് വയ്യായ്മയൊക്കെ അതിന് ശേഷം അങ്ങനെ കൃഷികളൊന്നും ചെയ്യാറില്ല. അങ്ങനെ ക്ലീനിങ് പരിപാടിയെല്ലാം കഴിഞ്ഞ് പിന്നെ കുറേ പഴമരങ്ങളുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ടിപ്പറിലോട്ട് കയറ്റി ഓരോ സ്ഥലങ്ങളിലോട്ട് അതും കൊണ്ടുപോയി. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുളിക്കാനായിട്ട് മുകളിലോട്ട് കയറി വന്നു. പിന്നെ കുളിച്ച് ഫ്രഷായി ഇങ്ങനെ ഒരു ഔട്ടിങ് പോകാമെന്ന് പെട്ടെന്നൊരു പ്ലാൻ ഇട്ടു. ഇന്ന് പൊതുവെ ചൂടും കൂടെ അല്ലായിരുന്നു. എവിടെ പോകണമെന്നൊന്നും വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് കുറേ നാളായിട്ട് നീലു പറയുന്നുണ്ടായിരുന്നു ഫ്രൂട്ട് ബേയിലൊന്ന് പോവാം, അവിടെ ആകുമ്പോൾ നമുക്ക് കോംബോ ഓഫറൊക്കെ എടുക്കാമെന്ന്. അങ്ങനെ കുട്ടീസിനെയൊക്കെ പറക്കിയെടുത്തു ഫ്രൂട്ട് ബേയിലോട്ടാണ് നമ്മൾ പോയത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എടുത്തത് കോംബോ സെറ്റ് ഓഫറായിരുന്നു. ഡ്രൈ ഫ്രൂട്ട് ഷേക്ക് ഉണ്ടായിരുന്നു, ഫെലൂഡ ഉണ്ടായിരുന്നു, മാംഗോ ഷേക്ക് ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ചെയ്തു തിരിച്ച് കാറിലോട്ട് കയറാനായിട്ട് പോവുകയാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫെലൂഡ തന്നെയാണ്. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഏതെന്ന് വെച്ചാൽ ഫെലൂഡ തന്നെയാണ് കേട്ടോ. നമ്മൾ ഡ്രീംസ് വേൾഡിൻ്റെ ഫ്രണ്ടിലെത്തി. ഇനി ഇവിടെ നിന്ന് നമുക്ക് എവിടെയെങ്കിലും ഫുഡ് കഴിക്കാനായിട്ട് കയറണം. എല്ലാവരും ഷേക്കും ഫലൂഡയൊക്കെ കഴിച്ച് ഓവർലോഡായിരുന്നു. എന്നിരുന്നാലും കുട്ടികളൊന്നും അധികം കഴിക്കാതിരുന്നുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് വാങ്ങിക്കൊടുക്കണമെന്ന് കരുതിയിരുന്നു. അങ്ങനെ നമ്മൾ നേരെ കയറിയത് ബ്രൈറ്റ് ഹോട്ടലിലായിരുന്നു. അവിടെ നിന്ന് എന്തെങ്കിലും നോക്കി ലൈറ്റായിട്ട് വാങ്ങിക്കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ അകത്തോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഫുഡിന് ഓർഡറൊക്കെ കൊടുത്ത് വെയിറ്റ് ചെയ്യുമായിരുന്നു. നമ്മൾ പിന്നെ കുറച്ച് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. ഓർഡർ ചെയ്തത് പൊറോട്ടയും ചിക്കൻ കറിയും ആയിരുന്നു. അതിനായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. ഫുഡിങ് എത്തിപ്പോയി. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കഴിക്കാനായിട്ട്. കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു ഫുഡൊക്കെ. കുട്ടികൾക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കംപ്ലീറ്റ് ചെയ്തു. വാഷ് ചെയ്ത് കാറിലോട്ട് കയറി വീട്ടിൽ പോകാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നേ. നല്ല ടയേർഡായിരുന്നു എല്ലാവരും. പിന്നെ ഇനി നേരെ വീട്ടിലോട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ നമ്മളെ വ്ളോഗ് എല്ലാവരും കാണുന്നവർ നമ്മളെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ പുതിയ ചാനലാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ടാറ്റ, ബൈ ബൈ.